ട്രംപ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ദേശസുരക്ഷയ്ക്ക് നിർണായകമാണ്. അതുകൊണ്ട് ഗ്രീൻലാൻഡ് ഞങ്ങൾ പിടിച്ചെടുക്കും. നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വയ്ക്കുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് വേണമെങ്കിൽ വില നൽകി ഞങ്ങൾ വാങ്ങിക്കോളാം. ഞങ്ങൾക്കത് വേണം, അതിലൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് വിട്ടുതരുമ്പോൾ നിങ്ങൾക്ക് പണം വേണമെങ്കിൽ ചോദിക്കാൻ ഞങ്ങൾ തരാം. നിങ്ങൾ തരുന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് ട്രംപ് ഡെൻമാർക്കിനോട് പറഞ്ഞിരിക്കുന്നു. മെയിൻലാൻഡ് ഡെൻമാർക്കിനൊപ്പം ഡെൻമാർക്കിന് 2 സ്വതന്ത്ര പ്രവിശ്യകൾ കൂടിയുണ്ട്, ഗ്രീൻലാൻഡും ഫെറൈലൻഡും. ഈ ഗ്രീൻലാൻഡിൽ ഏതാണ്ട് 57,000 ആളുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഗ്രീൻലാൻഡ് ആർട്ടിക്കിനോട് ചേർന്നാണ്. നിർണായകമാണ് ആർട്ടിക്കിന്റെ സ്വാധീനം. ധാതു വിഭവങ്ങൾ ഏറെയുണ്ട്. മാത്രമല്ല ആർട്ടിക്കിന് നിർണായകമായ ഒരുപാട് പ്രത്യേകതകൾ. ഈ ആർട്ടിക്കിന്റെ എല്ലാ സൗന്ദര്യവും അവകാശങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെൻമാർക്കിന് അവരുടെ 57,000 പൗരന്മാരടക്കമുള്ള അവരുടെ ഒരു ഭൂപ്രദേശം തന്നെ നഷ്ടപ്പെടുന്നത് ആലോചിക്കാൻ കഴിയില്ല. ട്രംപ് പറയുന്നു, ഞങ്ങൾക്കത് കിട്ടിയേ മതിയാവൂ, ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. കാരണം ആർട്ടിക്കിലേക്കുള്ള പരിവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം പരിവേഷണങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ആർട്ടിക്. വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഭൂമിയുടെ അങ്ങേയറ്റമാണ്. അവിടെ മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ആൾതാമസമില്ല. എന്നാൽ ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് അവിടെ ഗവേഷണ സൗകര്യങ്ങളുണ്ട്. അവിടെ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ റഷ്യയാണ് ആദ്യമായി പരിവേഷണം തുടങ്ങുന്നത്. പിന്നീട് അമേരിക്ക എത്തുന്നു, ഓരോ രാജ്യങ്ങളിൽ എത്തുന്നു, ചൈനയും ഇന്ത്യയും വരെ അവിടെയുണ്ട്. അവിടേക്ക് റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം കൂടാനുള്ള കാരണമാകും ഈ ദുർബലമായ ഡെൻമാർക്കിന്റെ ഗ്രീൻലാൻഡ് ഇരിക്കുന്നത് എന്നതാണ് ട്രംപിന്റെ വാദം.